ഹലോ, വെൽക്കം ടു മാക്രോ സെൻറ്റർ. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് മൈക്രോസോഫ്റ്റ് എക്സലിൽ എങ്ങനെ ഏജ് കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ്. അതിൻ്റെ വളരെ ഈസി സ്റ്റെപ്സാണ് പറയാൻ പോകുന്നത്. അതായത് ഹൗ ടു കാൽക്കുലേറ്റ് ഏജ് യൂസിങ് എ ഡേറ്റ് ഓഫ് ബർത്ത് ഇൻ എക്സൽ. അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് വളരെ സിമ്പിളായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് കാണുന്ന എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് ഹൗ ടു കാൽക്കുലേറ്റ് ഡേറ്റ് ഓഫ് ബർത്ത് യൂസിങ് എക്സൽ ഉപയോഗിച്ച് എങ്ങനെ ഡേറ്റ് ഓഫ് ബർത്ത് കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അതിനായിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ 31/5/1974 എക്സാമ്പിളിന് വേണ്ടിയിട്ട് എഴുതിയിരിക്കുന്നു. ടുഡേസ് ഡേറ്റ്, ഇന്നത്തെ ഡേറ്റ് ടൈപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ ടുഡേ ഡേറ്റിൻ്റെ ഫങ്ഷൻ ഈക്വൽ ടു ടുഡേ ഓപ്പൺ ബ്രാക്കറ്റ് ക്ലോസ് ബ്രാക്കറ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ ഡേറ്റ് അവിടെ വരും. 28/2/2024 എന്നവിടെ വന്നിട്ടുണ്ട്. ഇനി ഇവിടെയാണ് നമ്മൾ അതിൻ്റെ ഫങ്ഷൻ കൊടുക്കേണ്ടത്. ഡേറ്റ് ഫങ്ഷൻ കൊടുക്കുന്നത് ഡേറ്റ് ഈ ഫങ്ഷൻ വെച്ചിട്ടാണ് നമ്മളിവിടെ ഫങ്ഷൻ കൊടുക്കേണ്ടത്. ഏജ് കാൽക്കുലേഷൻ കാണാൻ വേണ്ടിയിട്ട് ഡേറ്റ് ഈ ഫങ്ഷനാണ് കൊടുക്കേണ്ടത്. ഈക്വൽ ടു ഡേറ്റഡ് ഈഫ് ബ്രാക്കറ്റ് C2 അഥവാ ഡേറ്റ് ഓഫ് ബർത്ത് കോമ C3 അഥവാ ടുഡേസ് ഡേറ്റ് കോമ ഡബിൾ കൊട്ടേഷൻ്റെ അകത്ത് Y ഫോർ ഇയർ ബ്രാക്കറ്റ് ക്ലോസ് എൻ്റർ. 49 വയസ്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ 49 ഇയേഴ്സ് ഓൾഡ് എന്ന് കാണണമെങ്കിൽ വീണ്ടും ആ സെല്ലിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ ബ്രാക്കറ്റിന് ശേഷം ആൻഡ് മാർക്ക് ഡബിൾ കൊട്ടേഷൻ സ്പേസ് ഇയേഴ്സ് ഓൾഡ് ഡബിൾ കൊട്ടേഷൻ എൻ്റർ. 49 ഇയേഴ്സ് ഓൾഡ് എന്നിവിടെ കാണിക്കുന്നുണ്ട്. ഏജ് കാൽക്കുലേഷൻ ചെയ്യാൻ രണ്ട് ഫങ്ഷൻസാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ഒന്ന് ടുഡേ ഫങ്ഷൻ എന്ന് പറയുന്നത് ഇന്നത്തെ ഡേറ്റ് കാണാനുള്ള ഒരു ഫങ്ഷനാണ്. ഉദാഹരണത്തിന് ഈക്വൽ ടു ടുഡേ ഓപ്പൺ ബ്രാക്കറ്റ് ക്ലോസ് ബ്രാക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ ഡേറ്റ് വരും. രണ്ടാമത്തെ ഫങ്ഷൻ ഡേറ്റ് ഈ ഫങ്ഷനാണ്. ഏജ് കാൽക്കുലേറ്റ് ചെയ്യാനും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫങ്ഷനാണ് ഡേറ്റ് ഡി ഫങ്ഷൻ. ഡേറ്റ് ഡി ഫങ്ഷനും ഡേറ്റ് ഫങ്ഷനുമാണ് ഡേറ്റ് കാൽക്കുലേഷൻ ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിരിക്കുമെന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം, ഉത്തരം നൽകുന്നതാണ്.